യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ നടന്നു. AK നാരായണൻ നഗറിൽ നടന്ന കൺവെൻഷൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ കൺവെൻഷൻ സഖാവ് AK നാരായണൻ നഗറിൽ ഡിവിഷൻ പ്രസിഡന്റ് സഖാവ് MK രാജന്റെ അധ്യക്ഷതയിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സഖാവ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നല്ല ബോധ്യമുള്ളതാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 10 വർഷക്കാലം ഭരണം നടത്തി വീണ്ടും ഇപ്പോൾ അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. ഓരോ 5 വർഷക്കാലം കഴിയുമ്പോഴും നമ്മൾ കരുതും ഈ ഭരണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയണം എന്നത്. നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം ഭരണത്തിനെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക്, അത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന BJPക്കും നരേന്ദ്രമോദിക്കും അത്തരത്തിലുള്ള ഒരു പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ആധിപത്യം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. കാരണം നേരത്തെയുള്ള ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ചർച്ച ചെയ്യാതെ ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അത് പാർലമെന്റിനകത്തും അതുപോലെ തന്നെ രാജ്യസഭകത്തും അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്ന അംഗബലം കുറക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടൽ പൊതുപ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന് പുറമെ യൂണിയൻ ഏരിയ പ്രസിഡന്റ് സഖാവ് M പൊക്ലൻ, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് UK പവിത്രൻ, യൂണിയൻ ഏരിയ സെക്രട്ടറി സഖാവ് CH കുഞ്ഞമ്പു എന്നിവർ അഭിവാദ്യം ചെയ്തു. ഡിവിഷൻ സെക്രട്ടറി സഖാവ് KV സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും, സഖാവ് സതീഷ് കുമാർ പെരിയ രക്തസാക്ഷി പ്രമേയവും, സഖാവ് U പ്രകാശൻ വരവ് ചെലവ് കണക്കും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ.